ഇന്നത്തെ ഈ യാത്ര ഒരു സന്തോഷത്തിൻ്റെ ഒരു യാത്രയാണ്. അങ്ങനെ 5 മാസത്തിന് ശേഷം മോള് ബാംഗ്ലൂരിൽ നിന്ന് പഞ്ചാബിലോട്ട് വരുവാണ്. ഫ്ലൈറ്റിനാണ് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹി വരെ വന്നത്. ഇങ്ങോട്ട് ലിങ്ക് ഫ്ലൈറ്റ് കിട്ടാത്തത് കൊണ്ട് അവൾ വന്ദേ ഭാരതിലാണ് വരുന്നത്. രാവിലെ തൊട്ടേ നല്ല ടെൻഷനിലായിരുന്നു. ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ട് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് നല്ല ടെൻഷനായിരുന്നു. പക്ഷേ അവൾക്ക് ടെൻഷനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വിളിച്ചപ്പോൾ ടെൻഷനൊന്നും ഇല്ല. റോക്കിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ആരോ വീട്ടിൽ വരുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു രാവിലെ തൊട്ട്. ഈ കാണുന്ന മാർക്കറ്റ് ഈ പഞ്ചാബിലെ ഈ ധോബി മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റാണ്. പക്ഷേ ഇവിടെ വില കുറവാന്ന് പറയുന്നുണ്ട് ക്ലോത്തിന്. ഞാൻ പക്ഷെ ഒരു പ്രാവശ്യം പോയി ഇങ്ങനെ കണ്ടായിരുന്നു. ഇനി ഒരു ദിവസം സമയം കിട്ടുമ്പോഴാണ് ഒന്ന് പോയി എല്ലാം ഒന്ന് കാണാൻ. വില കുറവാണ്, തുണികൾക്കൊക്കെ ഇച്ചിരി വില കുറവാന്ന് പറയുന്നുണ്ട്. ഇപ്പം രാത്രി ആയതുകൊണ്ട് കടകളെല്ലാം അങ്ങ് അടച്ചു. 9:15 അടുപ്പിച്ചാവാറായി. ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ഇറങ്ങിയത്, അറിഞ്ഞില്ലായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ എടുക്കാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല. ഞാനൊന്ന് വീണിട്ട് കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റായിപ്പോയി. അങ്ങനെ മാർക്കറ്റ് വഴി പേടിച്ച് ഇതുവഴി പോകുന്നത് കേട്ടോ. കാരണം റിക്ഷക്കാരും ഓട്ടോക്കാരും ഒക്കെ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ആരും ഹെൽമെറ്റ് വെച്ചൊന്നും നമുക്ക് കാണത്തില്ല. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ എവിടെ പോയാലും ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കത്തില്ലല്ലോ. ഇവിടെ പിന്നെ ഹെൽമെറ്റ് വെച്ച ആൾക്കാരെ കാണാനേ കുറവാണ്. കൂടുതലും സർദാർജികളായതുകൊണ്ടായിരിക്കും, അവർക്ക് ഹെൽമെറ്റ് വെക്കണ്ടല്ലോ, അല്ലാത്തവരും വെക്കാറില്ല. അങ്ങനെ സ്റ്റേഷൻ ഏകദേശം അടുത്ത് എത്താറായി. സ്റ്റേഷൻ എത്താറായപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ, അവളെ ഒന്ന് കാണാമല്ലോ. 5 മാസമായില്ലേ, അതിനുശേഷം കാണുന്നതല്ലേ. ഒരാഴ്ചത്തേക്കേ ഉള്ളൂ ഈ ഒരു സന്തോഷം. അത് കഴിയുമ്പോൾ അവൾ തിരിച്ചു പോകും. എന്തായാലും ഒരാഴ്ച എൻജോയ് ചെയ്യാനുള്ള പുറപ്പാടിലാണ് ഇതൊക്കെ. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പം തന്നെ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തായിരുന്നു, 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു വന്ദേ ഭാരത് എത്തുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ കുറച്ച് ഇറങ്ങണമായിരുന്നു. ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു അവിടെ എത്താൻ വേണ്ടി. വേഗം ഓടി അങ്ങ് ചെന്നപ്പോഴത്തേക്ക് ചെന്നതും വന്ദേ ഭാരത് വന്നതും ഒരേ സമയമായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നു. അവളെ ഞങ്ങൾ വേഗം കാണുകയും ചെയ്തു ഗ്ലാസ് വഴി. എവിടെയാ? പോയി വിളിച്ചിട്ട് പോ. ചെരുപ്പിക്കാം. തുപ്പ്. പോയി വിളിച്ചിട്ട്. ശാല ചേച്ചി വന്നോ? പോയി നോക്ക്. മക്കള് പോയി നോക്ക്. ഇവിടെ വാ. ശാല ചേച്ചി എവിടെയാ? അതാണോ ശാലി ചേച്ചി? ഇതാണോ ശാലി ചേച്ചി? അവിടെ ഇരിക്കണാണോ? എവിടെയാ? പോയി നോക്ക്. പോയി നോക്കിട്ടോ. ചേച്ചി വിളിച്ചിട്ട് വാ. മകളൊന്നാ നോക്കി ചേച്ചി ഫോണ് പൊട്ടിക്കും. പോയി നോക്കിട്ടോ. സ്റ്റെപ്പില് വീഴും. എന്ത് മക്കളെ? ഓ ഓർഡർ എന്തിനാ? എവിടെ? എന്താ മക്കളെ? എന്തുവാടാ? അത് മനസ്സിലായേ? വീഴല്ലേ? രണ്ടും കൂടെ അടി. എന്താ കൊണ്ടുവന്ന ചേച്ചി? എന്താ കൊണ്ടുവന്ന? തരും മോനെ തരും.
കൈ തരാൻ പറ. ഓ പഞ്ചോട്. അപ്പുറം എന്തുണ്ടെന്നാക്കളെ ചേച്ചി? മക്കൾക്ക് ബോളുണ്ടെന്നോ?